എന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം പള്ളിയുടെ സെക്രട്ടറിയാണ്. ഞാൻ കാർ ഓടിച്ച് ഇങ്ങനെ പോകുമ്പം കടുവപ്പള്ളിയുടെ അടുത്ത് എത്തിയപ്പോൾ വാങ്ക് വിളിച്ചു. ഞാൻ ഉടനെ വണ്ടി നിർത്തി. ഞാൻ പറഞ്ഞു, നീ ഒരു മുസ്ലിം അല്ലേ, നീ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അവനുടെ മുഖത്തൊക്കെ അമ്പരന്ന് പോയി. കാരണം സാധാരണ മേലുദ്യോഗസ്ഥന്മാർ ഇതിനെ അനുവദിക്കാറില്ല. അതുകൊണ്ട് അവനങ്ങ് അമ്പരന്ന് പോയി. ഞാൻ പറഞ്ഞു, നീ ഒരു മുസ്ലിമാണ്, നീ പോയി നിസ്കരിച്ചിട്ടോ. ഞാനൊരു പുസ്തകം വായിച്ചോണ്ടിരുന്നുള്ളതെന്ന് പറഞ്ഞു. 10-20 മിനിറ്റ് ഞാൻ പുസ്തകം വായിച്ചോണ്ടിരുന്നു. ആ ഡ്രൈവർ കടുവാപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. വണ്ടി പുറപ്പെട്ടു. ഞാൻ അവനോട് ചോദിച്ചു, അവിടെ ചൊല്ലിയത് നിനക്കൊന്ന് ചെല്ലാമോ? അവൻ അറബി ചൊല്ലി കേൾപ്പിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, എന്തോ അതിന്റെ അർത്ഥം? അതറിഞ്ഞൂടോ സാറേ, മദ്രസായി ചെറുപ്പത്തിൽ പോയി മൗലവി ഇമാമുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം ചൊല്ലി പഠിച്ച് ഏറ്റുചൊല്ലി. അറബി ഭാഷയിൽ മുഴുവൻ അവൻ ചൊല്ലാൻ അറിയാം. മുസ്ലിം പള്ളിയുടെ സെക്രട്ടറിയാണ്. പക്ഷേ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവനൊരു പിടിയില്ല. ബബബ എന്ന് പറയാം. ഞാൻ പറഞ്ഞിടോ, ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ചാത്തന്നൂർ തൊട്ട് തിരുവനന്തപുരം വരെ അവന് ഞാൻ ക്ലാസ് എടുത്തു. എന്താണ് ഈ മുസ്ലിം പള്ളി അറബി ഭാഷയിൽ പറയുന്നത്, എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് ഒരു മുസ്ലിമിന് ഞാൻ തിരുവനന്തപുരം വരെ ക്ലാസ് എടുത്തു. തിരുവനന്തപുരം അവൻ പറഞ്ഞു, അയ്യോ ഇത്രയും അർത്ഥമുള്ളതാണോ ഈ പ്രാർത്ഥന? ഞാൻ പറഞ്ഞിടോ, ഇത് വലിയ അർത്ഥമുള്ള സാധനമാണ്, നീ അറബി ചൊല്ലുന്നതെന്ന് പറഞ്ഞു. ഇത് മുസ്ലിങ്ങൾ മാറ്റേണ്ട ഒരു സാധനമാണ്. അറബി ഭാഷ മന്ത്രം ചൊല്ലുന്ന പോലെ ചൊല്ല എളുപ്പമാണ്. അതിന്റെ മലയാളം കൂടെ ആ പാവത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുവാണ് ഈ പറയുന്നതെന്നുള്ളത്. അറബി പറഞ്ഞ എന്തോ ശ്രേഷ്ഠമാണെന്നുള്ളതാണ്. ശ്രേഷ്ഠമാണ്, സമ്മതിച്ചു. അർണോൾഡ് ജെ ടോയിൻബി പറയുന്നുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അർണോൾഡ് ജെ ടോയിൻബി പറഞ്ഞു, എനിക്ക് ഒറ്റ ദുഃഖമേ ഉള്ളൂ, അറബി ഭാഷ പോലെ ഇത്ര മഹത്തായ ഒരു ഭാഷ പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ദുഃഖം മരിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ട് എന്ന് അർണോൾഡ് ടോയിൻബിയുടെ അവസാനത്തെ കൺഫെഷനാണ്. അപ്പോ മഹത്തായ ഭാഷ വളരെ നല്ലതാണ്. പക്ഷെ ആ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നതെന്ന് അറബിയിൽ പറയുന്നതിന്റെ അർത്ഥം മലയാളത്തിൽ ചെറുപ്പത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ എങ്കിലേ ഖുർആന്റെ മഹത്വം എന്താണ്, പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചതിന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇത് വിശ്വ സാഹോദര്യത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ പ്രവാചകൻ ഉണ്ടാക്കിയ മാറ്റം അത്ഭുതാവഹമാണ്. നമ്മൾ